Hi guys, this is my first long YouTube video. Welcome to my YouTube channel. If you like this video, please do subscribe, like and comment. And പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനോടും യെസ് പറയുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദിസ് വീഡിയോ അൺടിൽ എൻഡ് അറ്റ് വർക്ക് പ്ലേസ്. നമ്മളെല്ലാത്തിനോടും യെസ് പറയുകയാണെങ്കിൽ വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ്. ഞാൻ ഇവിടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുന്നില്ല. അഡ്വാൻറ്റേജസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ടോപ്പിക് ടു ഡിസ്കസ്. പക്ഷേ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് ഞാൻ പറയാം. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ഇഫ് യു സേ യെസ് ടു എവറിത്തിങ് അറ്റ് യുവർ വർക്ക് പ്ലേസ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് എല്ലാത്തിനോടും യെസ് പറഞ്ഞ ഒരാളാണ്. എല്ലാത്തിനോടും എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതല്ലാത്ത കാര്യം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാനത് ചെയ്തിരുന്നു. അന്ന് എന്താ തോന്നാത്തതെന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഹെൽപ്പ് ചെയ്യുന്നത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഹെൽപ്പ് ഒരാൾ ചോദിച്ചു വന്നാൽ ഓഫ് കോഴ്സ് വി ഹാവ് ടു ഡു. പക്ഷേ സാഹചര്യങ്ങളും നോക്കുക, സിറ്റുവേഷൻസ് നോക്കുക, സിനാരിയോസ് നോക്കുക, ആൻഡ് നിങ്ങളുള്ള പ്ലേസ് എവിടെയാണെന്ന് നോക്കുക. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ നിങ്ങളെ കൊളീഗ് അല്ലെങ്കിൽ ജൂനിയർ എംപ്ലോയീസ് ഓർ സീനിയർ എംപ്ലോയീസ് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക, ഇത് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് തരുമോ, ആദ്യം ചെയ്ത് തരുമോ എന്നുള്ള ചോദ്യത്തിൽ തുടങ്ങി പിന്നെ അത് ചെയ്യുക എന്നുള്ള ഒരു കമാൻഡിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കാതിരിക്കുക. സോ പറഞ്ഞതൊക്കെ ഞാൻ മറന്നു, എന്താ ഉദ്ദേശിച്ചതെന്ന് ഞാൻ മറന്നു. നമ്മൾ യെസ് പറയുന്നത് അല്ലെങ്കിൽ സെയിങ് യെസ് മേ സൗണ്ട് ലൈക്ക് ബീങ് കൊളാബറേറ്റീവ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ഓർ ബീങ് ഹെൽപ്ഫുൾ. നമുക്ക് ഒരു ടീം വർക്ക് പോലെ ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു സഹായമാവുമല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പലപ്പോഴും യെസ് പറഞ്ഞ് തുടങ്ങുന്നത്. പക്ഷെ അത് റിയാലിറ്റിയിൽ നമുക്ക് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡ്രോബാക്സ് ഉണ്ടാവാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു വേർഡാണ് ഈ യെസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി ഒരാൾ തരുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഫ്രീ ആണെങ്കിൽ നമ്മളിപ്പോൾ സഹായിക്കുന്നതിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ഒരു പ്രശ്നവുമില്ല. ഐ വുഡ് സേ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ഹെൽപ്പിംഗ് സം വൺ ഓർ ഡൂയിങ് എനി ഫേവർ ടു സംബഡി എൽസ്. ജോലി സ്ഥലത്ത് യെസ് എന്ന് ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കാതെ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ജോലിയിൽ വി ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ ദ ജോബ്സ് ഓർ ദ വർക്ക്സ് ഒൺലി വിച്ച് ആർ അസൈൻഡ് ഫോർ അസ്. നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് വർക്ക്സ് ഉണ്ടാവും, ഒരു ലിസ്റ്റ് ഓഫ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിനുള്ള ശമ്പളമേ നമ്മൾ വാങ്ങുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാം. ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊളീഗ് ഒരു ഫോം ഫില്ല് ചെയ്യാൻ തന്നു എൻ്റെ അടുത്ത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇത് എന്താ മാനേജർ ചോദിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ചെയ്ത് കൊടുക്കണം, പക്ഷേ എനിക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിച്ചു. സോ ഐ വാസ് ലൈക്ക്, എൻ്റെ ഫസ്റ്റ് ജോബാണ്. സോ എല്ലാം നമുക്ക് ഒരാൾ പറഞ്ഞല്ല പഠിക്കുന്നത്, കുറേയൊക്കെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു ഫോം കൊണ്ട് വന്നപ്പോൾ എനിക്കും ഇതേപോലെ എൻ്റെ ജോബ് ചെയ്ത് തീർക്കാനുണ്ട്. ബട്ട് ഐ സെഡ് യെസ്, ഓക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആ ഫോം വാങ്ങി വെക്കുകയാണ്. ആൻഡ് ഐ വാസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ വർക്ക്സ്. ഐ വാസ് ഫോക്കസ്ഡ് ഓൺ മൈ വർക്ക്സ്. ഞാൻ എൻ്റെ വർക്ക്സ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് സഡൻലി ഒരു ഫ്യൂ ഹവേഴ്സ് ലേറ്റർ, ഐ മീൻ ലൈക്ക് an hour or two, she came back to me and asked, ഞാൻ പറഞ്ഞ ഫോം ഫില്ല് ചെയ്തു. ഷി അപ്രോച്ച്ഡ് മീ ആൻഡ് സഡൻലി ഷി വാസ് ലൈക്ക്, ഫോം ഫില്ല് ചെയ്തില്ലേ? ഷി വാസ് അനദർ നാഷണാലിറ്റി, ഓക്കെ. ദെൻ ഷീ സഡൻലി സെഡ്, ഞാൻ പറഞ്ഞല്ലേ മാനേജർ ചോദിച്ചതാണ് എന്തത് ഫില്ല് ചെയ്യാൻ. സോ എനിക്കപ്പോൾ എൻ്റെ വർക്ക്സ് ഉണ്ട്, അതാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞ് ഞാൻ ഏറ്റെടുത്ത വർക്ക്സാണ്. ഐ സെഡ് യെസ് ഫസ്റ്റ്. അത് ഞാൻ അപ്പോൾ ചിന്തിച്ചില്ല. സോ ഞാൻ യെസ് പറഞ്ഞു. അത് ഓക്കെ ഞാൻ ഫില്ല് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്ത് തരാം, ഒരു 5 minutes കൂടെ തന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്ന് തരാം എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഐ ഫിൽഡ് അപ്പ് ആൻഡ് ഷി വാസ് ഹെൽപ്പിംഗ് മീ, ഷി വാസ് ഗിവിംഗ് മീ ദ സോഴ്സസ് ടു ഫിൽ ഔട്ട്. സോ ഞാൻ എല്ലാം ഫിൽ ഔട്ട് ചെയ്തിട്ട് ഐ ഗേവ് ദിസ് ഫോം ബാക്ക് ടു ഹെർ. ആൻഡ് ഷി വാസ് ലൈക്ക്, ഓ ഇത്ര പെട്ടെന്ന് ചെയ്തു, യു ആർ സോ ബ്രില്യൻറ്റ്, അതാണ് ഇതാണ്. ദിസ് ഈസ് വെരി ടെമ്പററി അപ്രിസിയേഷൻ ദാറ്റ് യു ആർ ഗോണ ഗെറ്റ് ഫോർ ദ വർക്ക്സ് ഷീ ആസ്ക്ഡ് യു ടു ഡു. ഷീ ഓർ ഹി, ആരെങ്കിലും നിങ്ങൾ കൊളീഗ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിങ്ങൾക്ക് തരുന്ന വർക്ക്സ് നിങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് എ ടെമ്പററി അപ്രിസിയേഷൻ. ദാറ്റ്സ് നോട്ട് വാട്ട് യു വാണ്ട്, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ആഫ്റ്റർ സം ഡേയ്സ് അഗെയിൻ ഇങ്ങനത്തെ ഒരു വർക്ക് വന്നു. അത് പിന്നെ മെല്ലെ എൻ്റെ അടുത്തടുക്കനെ വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്ത്യയിൽ ഇല്ലേ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ഫില്ല് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ഞാൻ രണ്ടാമത് അത് ചെയ്തു കൊടുത്തു. ആൻഡ് ദ തേർഡ് ടൈം ഷി വാസ് ഈവൻ ആസ്കിങ് മീ. എൻ്റെ അടുത്ത് ചോദിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് വരുന്നു, ഇത് തരുന്നു, എൻ്റെ അടുത്ത് അത് ചെയ്യാൻ പറയുന്നു. ആൻഡ് സഡൻലി ഇതെൻ്റെ ഒരു ജോലിയായി മാറുകയാണ്. ഈ ജോലി ശരിക്കും അയാളുടെയാണ്, ബട്ട് സഡൻലി അത് എൻ്റെ ജോലിയായിട്ട് മാറുകയാണ്. വേർ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഓഫ് ഡൂയിങ് ദിസ്. ഞാൻ ഇത് ചെയ്യാനും ഉത്തരവാദിയല്ല. ആൻഡ് ഐ റിമെയിൻ അൺഫോക്കസ്ഡ് ഓൺ മൈ വർക്ക്സ്. നമ്മൾ ഈ ചെയ്ത വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഓൺ അസ്, ആൻഡ് എന്തെങ്കിലും അപ്രിസിയേഷൻ വരുമ്പോൾ ഇറ്റ്സ് ഓൺ ഡം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആവും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ദിസ് പെർട്ടിക്കുലർ പേഴ്സൺ ടുക്ക് അപ്പ് മൈ നെയിം ഇൻ ഫ്രണ്ട് ഓഫ് ദ മാനേജർ. ആൻഡ് ലാസ്റ്റ് ഞാനായി എന്ത് തെറ്റായി. അപ്പോൾ നിങ്ങളുടെ വർക്കിലൂടെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച നല്ല ഇമേജസൊക്കെ നിങ്ങളെ സീനിയർ എംപ്ലോയീസിന് മുന്നിൽ വേറെ ആരോ വർക്ക് ചെയ്ത് മിസ്റ്റേക്ക് വന്നിട്ട് യു ആർ ഡിസപ്പോയിൻറ്റിങ് ദം. അപ്പോൾ നിങ്ങൾ അവരെ ഡിസപ്പോയിൻറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇമേജൊക്കെ അവിടെ
ഖലാസ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ബേൺ ഔട്ട് ആൻഡ് എക്സോഷൻ. ഇത് രണ്ടുമാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. കാരണം യു ആർ ഓവർലോഡിങ് യുവർ സെൽഫ് വിത്ത് ടാസ്ക്, മോർ നമ്പർ ഓഫ് ടാസ്ക്. നിങ്ങളെ വർക്ക് തന്നെ ഉണ്ടാവും കുറേ. ഇന്ന് യെസ് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക് ഇറ്റ്സ് യുവർ ജോബ്. ഇവഞ്ച്വലി അത് നിങ്ങളുടെ ജോബായി മാറുകയാണ്. ആ ഒരു കമ്പനിയിൽ അറിയുന്നവർക്കൊക്കെ അവരുടെ വിചാരം എന്താ വെച്ചാൽ ഇത് ഇവരായിരുന്നു ചെയ്തിരുന്നത്, ഇവർക്കറിയാം. അങ്ങനത്തെ എന്ത് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിമിലർ വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ദേ ഡു അപ്രോച്ച് അസ് ഫോർ ദ വർക്ക്സ് ആൻഡ് ഫൈനലി വി ഹാവ് ടു ഡു ദാറ്റ്. അതുകൊണ്ട് തുടക്കത്തിലേ നോ പറയേണ്ടത് പറയുക. നമ്മളെല്ലാം കൂടെ ഒരു ചക്കക്കൂട്ടാൻ പരുവത്തിലാക്കുക. നമ്മളെ ടാസ്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അസൈൻഡ് ആയിട്ടുള്ള വർക്ക്സ് റിമെയിൻ അൺഫോക്കസ്ഡ്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, ഡെഡ് ലൈന് മുന്നേ നമുക്ക് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ആൻഡ് എവറിത്തിങ് ഗെറ്റ്സ് അഫക്റ്റഡ്. ആൻഡ് നമ്മളെ തന്നെ ഓവർലോഡ് ചെയ്യാണ്, മോസ്റ്റ് ഓഫ് വിച്ച് ആർ ഇൻ യുവർ റെസ്പോൺസിബിലിറ്റി. നമ്മളെ വർക്ക്സ് ഒന്നും കംപ്ലീറ്റ് ആവാതെ നമ്മൾ എക്സ്ട്രാ ഹവേഴ്സ് ഇരുന്ന് വർക്ക് ചെയ്യണം. ആൻഡ് ഇറ്റ്സ് എവറിത്തിങ് ഈസ് അപ്പോൺ അസ്. നമ്മളെ ചോയ്സ് പോലെ ഇരിക്കും നമ്മളെ വർക്കിംഗ് എൻവയൺമെൻറ്റ്. വർക്കിംഗ് ക്വാളിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ എനി ജോബ്. നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലല്ല, അതിൻ്റെ റിസൾട്ട് എത്രത്തോളം റൈറ്റ് ആണ്, എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളതിലാണ് ഇമ്പോർട്ടൻസ്. വെൻ യു ടേക്ക് ഓൺ ടു മച്ച് യു ഹാവ് ടു ഗിവ് സംതിങ്. മോസ്റ്റ് ഓഫൻ ഇറ്റ് വിൽ ബി ദ ക്വാളിറ്റി ഓഫ് യുവർ വർക്ക്. പിന്നെ നാലാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഗെറ്റ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. കേട്ടിട്ടില്ലേ, നമ്മൾ ഓവർ ഫ്രീഡം കൊടുക്കുമ്പോൾ നമ്മൾ തലയിൽ കയറി നിരങ്ങ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ദേ ഓൾവേസ് എക്സ്പെക്ട് അസ് ടു സേ യെസ് ഓൾവേസ്. അങ്ങനെ യെസ് പറഞ്ഞ് ഇവഞ്ച്വലി ദേ മേ സ്റ്റാർട്ട് ഡംപിങ് ടാസ്ക് ഓൺ യു വിത്തൗട്ട് ഈവൻ ആസ്കിങ് യു. അങ്ങനെ ഗ്രാജുവലി മുന്നോട്ട് പോകെ യു ലൂസ് യുവർ എബിലിറ്റി ടു സേ നോ. പിന്നെ എല്ലാവരുടെ കണ്ണിൽ നമ്മളൊരു യെസ് പേഴ്സൺ ആയിട്ട് മാറുകയാണ്. നമ്മളെ പ്രൊമോഷൻ ചാൻസസിനെ ഇറ്റ് ഗെറ്റ്സ് അഫക്റ്റഡ്. നമ്മളെപ്പോഴും ഒരു സപ്പോർട്ടീവ് റോൾസിൽ സ്റ്റക്കാണ്. നമ്മൾ അയാളെ വർക്ക്സിനെ സപ്പോർട്ട് ചെയ്യുക, ഇയാളെ വർക്ക്സിനെ സപ്പോർട്ട് ചെയ്യുക, ആ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുക, ഈ ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുക. സോ ഇൻഡിവിജ്വലായിട്ട് ഒരു ലീഡർഷിപ്പ് പാത്ത് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. നമുക്കൊരു ഡിസിഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും വേറുള്ളവർ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കിയുള്ളവരെ കണ്ണിൽ നമുക്കൊരു ടാഗ് വന്നു കഴിഞ്ഞു, നമ്മളൊരു ഡിസിഷൻ മേക്കർ അല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വി ആർ നോട്ട് ഗോയിങ് ടു സോർട്ട് ഇറ്റ് ഔട്ട്. ആ ഒരു വർക്കിംഗ് ബി ആയിട്ട് മാറുകയാണ്. യു ബിഗിൻ ടു ഡൗട്ട് യുവർ ഓൺ പ്രയോറിറ്റീസ് ആൻഡ് ഗോൾസ്. ചിന്തിക്കുക, നല്ലതുപോലെ ചിന്തിച്ച് യെസ് പറയുക, നോ പറയേണ്ടടുത്ത് നോ പറയുക. ആൻഡ് ഓൾവേസ് നമ്മൾ നോ പറയുന്നത് എപ്പോഴും ഹേർട്ട്ഫുൾ വേ ആവണം എന്നില്ല. യു ക്യാൻ സേ നോ ഇൻ എ വെരി ഡീസെൻറ്റ് ആൻഡ് ഒരു ഹോണസ്റ്റ് വേയിൽ നമുക്ക് നോ പറയാവുന്നതാണ്. അപ്പുറത്തുള്ള ഓപ്പോസിറ്റ് പേഴ്സണിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അല്ലെങ്കിൽ അയാൾക്ക് ഹേർട്ട് ആവാത്ത രീതിയിൽ നമുക്ക് നോ പറയാൻ പറ്റുന്നതാണ്. യെസ് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ കരിയറിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ആർ ലൈക്ഡ് ബട്ട് യു ആർ നോട്ട് റെസ്പെക്റ്റഡ്. എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ നമുക്ക് ഒരു സ്വന്തം അഭിപ്രായം ഇല്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ വിൽ നോട്ട് ബി റെസ്പെക്റ്റഡ് എവർ നെവർ. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ മേ ലൈക്ക് യു പേഴ്സണലി ബട്ട് പ്രൊഫഷണലി ദ മേ നോട്ട് ടേക്ക് യു സീരിയസ്ലി. നമുക്ക് ഒരു സീരിയസ്നെസ്സോ റെസ്പെക്റ്റോ ഒരാളും തരണമെന്നില്ല. സോ ഡു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇതൊക്കെ പുതിയ ജോലിക്ക് ഇറങ്ങാൻ പോകുന്നവർക്കും പഠിത്തം കഴിഞ്ഞവർക്കും പുതിയതായിട്ട് ജോലിക്ക് പോകുന്നവർക്കും ഒന്ന് നോട്ട് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. ബിക്കോസ് വിൽ ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. നോ ആൻഡ് യെസ് ഈസ് അവർ ചോയ്സ്. അപ്പോൾ ചൂസ് വൈസ്ലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. ആൻഡ് ഈ ടോപ്പിക് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ് ഞാൻ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് അത്രേ ഉള്ളൂ. ബൈ ബൈ.